Yes, good afternoon. Okay, Vidya. Okay. Yes, good afternoon. Yes, പരീക്ഷയ്ക്കുള്ള പഠനത്തിലാണോ? Yes, okay. Yes, okay. Okay. Let us start. ആരംഭിച്ചാലോ? Okay, ചിന്നു ജോസ്. Okay, let us start. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാസീവ് വോയിസിൽ ഇനി സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസുകൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ്. The passive voice of present continuous. അപ്പൊ നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing ആണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. Now we are going to discuss the passive voice form of yes. Now we are going to discuss the passive voice form of present continuous. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു. ഒബ്ജക്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഈസ് ഓക്കെ. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം BE. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അത് കഴിഞ്ഞതിന് ശേഷം BE. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാല് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. യെസ്, ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യം. യെസ്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അതിന്റെ പാസീവ് വോയിസ് എന്ത് വരും? അതിന് നമുക്ക് അതിന്റെ ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റ് ഏതാണ്? എ ലെറ്റർ എന്ന് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. എ ലെറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? ഈസ്. എ ലെറ്റർ ഈസ്. അത് കഴിഞ്ഞതിന് ശേഷം BE. അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടേൺ. അപ്പൊ ഇതിന്റെ ആൻസർ എ ലെറ്റർ ഈസ് being written by me. A letter is being written by me. Okay. ഒന്നുകൂടി പറയാണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുക. അതിനുശേഷം ബീയിങ് എന്ന് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ, മനസ്സിലാവുമായിരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? Anybody? Any doubt?
അടിക്ക എവിടെക്കണേ Anybody? Okay. Yes. പറയാം. Okay. അതായത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് ഓബ്ജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്നുകൂടി പറയാം, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾ എഴുതിയെടുത്ത് നോക്കാം. ഓക്കെ നമുക്ക് എക്സാമ്പിൾ ചെയ്യുന്നത് ശരിയാവും. ഓക്കെ, somebody, SOMEBODY, somebody is boiling, BOILING, boiling the water. ഇത് ഞാൻ ചെയ്യാം. നോക്കിയേ, somebody is boiling the water. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ മനസ്സിലായി. സബ്ജക്റ്റ് ഉണ്ട്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ട്, വെർബിന്റെ ഐഞ്ച് ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് പാസീവ് വോയിസ് ചെയ്തതാണ്. അപ്പൊ somebody is boiling water, ആരോ വെള്ളം ചൂടാക്കുന്നുണ്ട്. എന്ത് ചൂടാക്കുന്നുണ്ട്? വെള്ളം. അപ്പൊ അത് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി, വാട്ടർ. ഓക്കെ നൗഷിദ, correct. Okay, the water is Vidya, correct, is being boiled. Boil എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ BOILD, boiled by somebody. The water is being boiled by somebody. Okay, yes. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തന്നു. അടുത്തത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ. Someone, SOMEONE, someone is teaching, TEACHING, teaching them at present. Someone is teaching them at present. Someone is teaching them at present. Okay. There you go. Object എഴുതുക. Okay, Nashida, very good. Yes. Okay, Binduraji, correct. Yes, രണ്ടാളെ ചെയ്തോളല്ലോ.
ബാക്കി ആരെങ്കിലും? യെസ്, ഇനി യെസ്, anybody? Okay, 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 okay. ഇതെടുത്ത് പറയാം. They are നസീമ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രം കറക്റ്റ് ചെയ്യും. ഓക്കെ, വിദ്യ കറക്റ്റ്. ഓക്കെ 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 യെസ്. ഓക്കെ, അടുത്ത് പറയാം. They are eating, eating, eating fruits, fruits, fruits. Now, NOW. They are eating fruits now. They are eating fruits now. Okay, now she's correct. Okay, Bindu correct. Vidya Karthik Shiri. Yes. മൂന്ന് പേരായി. ഇനി ആരെങ്കിലും? Yes. Nobody. Okay, okay. Nasima, okay, 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 okay. അടുത്തത് ഇനി ആരെങ്കിലും? മുമ്പൊക്കെ കുറച്ചധികം പേരെ എഴുതി കാണിക്കേണ്ടതാണല്ലോ. Yes. Anybody? Okay, nobody is there. Okay, 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 okay. ഒരു നോടി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കുറച്ച് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, one more. He is making, making, making paper, paper boats, BOATS, boats. He is making paper boats. He is making paper boats. BOATS, paper boats. Yes. Okay, okay, okay. Paper boats ആയിരുന്നു. അപ്പൊ അത്
ഈസ് എന്നുള്ളത് ആറാക്കിയാൽ മതി. ഓക്കെ, കറക്റ്റ്. BOATS. ഓക്കെ, ജംഷിദ് കറക്റ്റ്. യെസ്, ഇല്ലേ? ഓക്കെ, ബിന്ദു രാജീവ് കറക്റ്റ് ആണ്. ഓക്കെ, ജില്ലി ജോസ് കറക്റ്റ് ആണ്. ഓക്കെ, നസീമ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ആരെങ്കിലും? ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. മുബീന കറക്റ്റ്. യെസ്. ഓക്കെ 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 അത് ഞാൻ ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ്, അത് വേറൊരു മോഡലായിട്ടുള്ള ഒരെണ്ണം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഈസ് എനിവൺ ANY point. Is anyone teaching 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 me no NOW. Good പറയാം. Is anyone teaching me no? Question mark. Okay, ഒന്ന് എഴുതി നോക്കി. Is anyone teaching me no? ചോദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. Okay, correct. Correct. നസീമ ഈസുണ്ട് ആമുണ്ട് അല്ല പറഞ്ഞാൽ മതി. അപ്പൊ ഈസ് കളയാ, ആ മാത്രം മതി, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ബാക്കിയുള്ളവരെ ഒന്ന് ശ്രമിച്ചു നോക്കുക. യെസ്, ഞാൻ പറയാം. നോക്കി, ഈസ് എനിവൺ ടീച്ചിങ് മീ നൗ? ഈസ് എനിവൺ ടീച്ചിങ് മീ നൗ? ആരെങ്കിലും എന്നെ ഇപ്പോൾ പഠിപ്പിക്കുകയാകുമോ? ക്വസ്റ്റ്യൻ ആണ്, നോക്കാം.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം മീ ഒബ്ജക്റ്റ് കിട്ടി. മീ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഐ എന്ന് മാറ്റി. ഐയുടെ കൂടെ ആം ചേർന്നു. ഐ ആം ബീയിങ്. ഐ ആം ബീയിങ്. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ taught. TAUGHT. I am being taught now. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി തന്നിരിക്കുന്ന വാചകം നോക്കി ഈസ് എനിവൺ എന്നാണ്. അപ്പൊ ചോദ്യമാണ്. അപ്പൊ അതിന്റെ പാസീവ് വോയിസും ഒരു ചോദ്യമാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആം എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? ആം ഐ ബീയിങ് taught now. Am I being taught? TAUGHT. Am I being taught now? കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേ മോഡലോട് അവരോട് വേറെ പറയാം. Are they reading? READING. Reading newspaper. Are they reading newspaper? Question mark. Are they reading newspaper? Question mark. Yes. Are they reading newspaper? Okay, Navshida, correct. Okay, Bindurajim, correct. Okay, Vidya, correct. Yes. Anybody? നിങ്ങൾക്ക് മനസ്സിലാൻ വഴിയുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസിൽ പാസീവ് വോയിസിൽ മനസ്സിലാൻ വഴിയുണ്ടോ? നിങ്ങളുടെ റിയാക്ഷൻ വളരെ കുറവെന്ന് അതിന്റെ പേര് ചോദിച്ചാണ്. ഓക്കെ നസീമ കറക്റ്റ് ആണ്. Yes, anybody? ആരെങ്കിലും? Nobody is writing. Okay. എന്നാല് പ്രസന്റ് കണ്ടിന്യൂസിന്റെ വേറൊരു മോഡലുള്ള ചോദ്യം പറയാം. They are not troubling, TROUBLING, troubling me now. They are not troubling me now. They are not troubling me now. Okay.
Okay, Ashwina, correct. Okay, Viduraji, correct. Okay, Nasima, correct. Okay, Anwar, correct. Okay, Mubina, correct. Yes. ഇനി ആരെങ്കിലും 5 പേര് പറഞ്ഞു. Anybody? Okay. അടുത്ത എഴുതാം. Okay, സെയിം മോഡലുള്ള വേറൊരു ചോദ്യം. They are not punishing, punishing, punishing him at present, present. ഒന്നുകൂടി പറയാം. They are not punishing him at present. They are not punishing him at present. Okay. Anamshita correct. Nasima correct. Okay, correct. Viduraji. Okay, Anjana sir. Okay, Anwar sir. Sadiq correct ആണ്. Okay. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ he is not being punished. Okay, correct ആണ്. He is not being punished. Okay. Yes. Okay. അത് അടുത്ത വല്ലതും പറയാം. അത് ആലോചിച്ചതാണ്. Is anybody not helping me at present? Helping me at present.
Is anybody not helping me at present? Okay. നെഗറ്റീവ് ആണ്. നൗഷിദ, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവും കൂടിയായിരുന്നു, അതും കൂടി അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ, 5% കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ബിന്ദുരാജ് കറക്റ്റ് ആണ്. നസീമ, അത് ചോദ്യമാക്കും. ചോദ്യമാക്കുമ്പോ ചോദ്യം ക്വസ്റ്റ്യൻ ആയിരുന്നു, അപ്പൊ എന്റെ ആം എടുത്ത് ആദ്യം പറയും, അപ്പൊ ക്വസ്റ്റ്യൻ കൂടിയായിട്ട് മാറുന്നു. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അഞ്ജന, ഓക്കെ. യെസ്. ഓക്കെ, മുബീന കറക്റ്റ് ആണ്. ഓക്കെ, അൻവർ കറക്റ്റ് ആണ്. യെസ്. ഇനി ആരെങ്കിലും? എനിബഡി? ഓക്കെ 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 ഓക്കെ. ആരുമില്ലാത്തത് ചിന്തിച്ചിട്ട് അടുത്ത സെൻസ് പറയാം. സെയിം മോഡലുള്ള സെന്റൻസ് ആണ്, അത് ചെയ്തു നോക്കുക. ഈസ് എനിബഡി not disturbing, disturbing, disturbing her, her. Is anybody not disturbing her? Is anybody not disturbing her? Okay. Okay, Anjanasan, Binduraji, okay. Naushila, okay. Naseem, okay. Chinna Jose, okay. That I can't get out of another. Okay, Mubina. Okay, Anwar. Okay, Anjana. Yes. ഇനി വേറെ സെൻസ് പറയാം, അതൊന്ന് ആലോചിച്ച് ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ചോദ്യം ഇതാണ്, ഈസിൻഡ്, ISN'. Isn't anybody, ANYBODY, anybody helping me
helping me now. എന്നോട് പറയും. ഞാൻ ഒന്നുകൂടി പറയാം. Isn't ISN''T. Is not എന്ന് പറയുന്നതാണ് isn't. Anybody ANYBODY. Helping HELPING. Helping me me now. എന്നോട് പറയും. Now. Okay. ഇത് പണ്ട് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ്. Isn't anybody helping me now? Isn't anybody helping me now? നെഗറ്റീവ് ആയില്ല നസീമ. നെഗറ്റീവ് ആകണം. അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതിന ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബിന്ദു രാജീവ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. തുടക്കത്തിലാണ് ബിന്ദു രാജീവിന്റെ മിസ്റ്റേക്ക്. നൗഷിദ ചെറിയൊരു മിസ്റ്റേക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ട്. അഞ്ചു ഓക്കെ 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 ഓക്കെ. അഞ്ചന സ്റ്റാർട്ടിങ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റാർട്ടിങ് മിസ്റ്റേക്ക് ഉണ്ട് നസീമ. തുടക്കത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓ അൻവറെ വാസിന്റെ അല്ല. ഞാൻ നിങ്ങൾ ആലോചിച്ച് എഴുതിയെന്ന് വിചാരിച്ചിട്ടതാണ്. ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരട്ടെ എന്നറിയാൻ വേണ്ടി പറഞ്ഞതാണത്. യെസ്. ഓക്കെ 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 ഓക്കെ. ആരും ഫുഡിന്റെ ഇല്ല. ആ ഓക്കെ ഓക്കെ. നക്ഷത്ര നമുക്ക് നോക്കാം 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 നോക്കാം. ആ ഓക്കെ 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 നമുക്ക് നോക്കാം. മുബിനീസിന്റെ അല്ല. അതിനകത്ത് കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന വാചകം അവിടെ ഇല്ലാതെ വിചാരിച്ചു. ഞാൻ വേറൊരു കാര്യം പറയും. നൗഷിദാണ് ചോദ്യം. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. മനസ്സിൽ വിചാരിക്കുക. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്.
അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത് ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ത് വരും? ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. Am I? You are right answer. Am I? I am not a student. Not വരുമ്പോ നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. Am I? കറക്റ്റ് ആണ്. I am not a student. Am I? ശരിയാണ്, കറക്റ്റ് ആണ്. ഇനി ഇതിനോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് I am a student, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. I am a student. അതിന്റെ ടാഗ് എന്ത് വരും? ആണോ സർ? അല്ല, ആമൈ ആവണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് അല്ലേ? ഐ ആം എ സ്റ്റുഡന്റ് എന്നാ പറയുന്നത്. ഐ ആം എ സ്റ്റുഡന്റ്. നേരത്തെ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് പറഞ്ഞപ്പോ ആമൈ പറഞ്ഞ് കറക്റ്റ് ആണ്. ഇത് ഐ ആം എ സ്റ്റുഡന്റ് ആണ്. ആം നോട്ട് ആയി പറ്റുമോ? ആം നോട്ട് ആയി. ഓക്കെ, അത് നൗഷീദ് അങ്ങനെ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും? വെരി ഗുഡ് അഞ്ജന, ഇതാണ് കറക്റ്റ്. അതായത് ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ആമിന്റെ എഴുതും. പെട്ടെന്ന് ആമിന്റെ എഴുതരുത്. ആമിന്റെ എഴുതേണ്ട എല്ലാ സ്ഥലത്തും എന്ത് എഴുതണം? ആറിന്റെ എന്ന് എഴുതിക്കൊള്ളണം. ഓക്കെ, അത് മനസ്സിൽ വിചാരിക്കുക. ആമിന്റെ എന്ന് എഴുതേണ്ട എല്ലാ സ്ഥലത്തും എന്ത് എഴുതണം? ആറിന്റെ എന്ന് എഴുതണം എന്ന് വിചാരിക്കാൻ മനസ്സിൽ. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നമായിട്ട് വരാം. ഈസിന്റ് എനിബഡി ഹെൽപ്പിംഗ് മീ നൗ? ഓബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. മീ കിട്ടി. അപ്പൊ മീ എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താക്കി മാറ്റി? ഐ എന്ന് മാറ്റി. ഐയുടെ കൂടെ എന്ത് വരും? ആം വരും. ഐ ആം. പിന്നെ തന്നിരിക്കുന്നതിൽ നോട്ട് ഉള്ളതിന്റെ പേരിൽ നോട്ട് വരിക. അപ്പൊ ഐ ആം നോട്ട്. അപ്പൊ ഐ ആം നോട്ട് എന്നുള്ളത് ഐ ആമിന്റെ. അപ്പൊ ആമിന്റെ എഴുതരുത്. അങ്ങനെ എഴുതേണ്ട എല്ലാ സ്ഥലത്തും എന്ത് എഴുതണം? ആറിന്റെ എഴുതണം. ആറിന്റെ. ഓക്കെ, ഇനി അടുത്തത് ബീയിങ്. ബീയിങ്. ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈസിന്റെ എന്നുള്ളത് ആദ്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മള് ആംബിറ്റ് എന്നുള്ളത് ആറിന്റെ മാറ്റിയില്ലേ? അതെടുത്ത് ആദ്യം പറയുക. അപ്പൊ ഇത് വരും ആറിന്റെ ഐ ബീയിങ് ഹെൽപ്ഡ് നൗ. ആറിന്റെ ഐ ബീയിങ് ഹെൽപ്ഡ് നൗ. ഇതാണ് എന്റെ ആൻസർ. സംശയമുണ്ടോ? എനി ഡൗട്ട് ചോദിച്ചോളൂ. ഞാൻ ആറിന്റെ നിങ്ങളത് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ഓർത്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയാനിരുന്നത്. എനി ഡൗട്ട്? ഓക്കെ. ഈ ആമിന്റെ വരുന്നിടത്തൊക്കെ ആറിന്റെ എന്നാണോ യൂസ് ചെയ്യണ്ടേ? ആമിന്റെ വരുന്നിടത്തൊക്കെ ആറുണ്ട്. ആം പ്ലസ് നോട്ട് വരൂല്ലേ? ആമിൻ. അതിന് പകരം ആറുണ്ട്. ഓക്കെ. ഞാൻ ഒന്നുകൂടി പറയാം നോക്കിക്കോട്ടാ. അനുവ സാധിക്കും. ഓക്കെ, നോക്കി. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ പണ്ട് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പറ്റത് ആം ഐ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ആമിന്റെ ഐ എന്ന് പറയാറില്ല. ആമിന്റെ ഐ എന്ന് പറയേണ്ട എല്ലാ സ്ഥലത്തും എന്ത് പറയണം? ആറിന്റെ ഐ എന്ന് പറയണം. ആറിന്റെ ഐ എന്ന് പറയണം. ആമിന്റെ ഐ എന്ന് പറയുന്ന മീനിങ് തന്നെയാണ്. പക്ഷെ ആം പ്ലസ് നോട്ട് ആമിന്റെ എന്നുള്ളതിന് പകരം ആറിന്റെ AREN അപ്പോസ്ട്രോഫി എന്ന് പറയണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈസിന്റ് എനിബഡി ഹെൽപ്പിംഗ് മീ. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഐ മീ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അതുകൊണ്ട് മാറ്റിയപ്പോ ഐ എന്ന് മാറ്റി. അതിന്റെ കൂടെ എന്ത് വരും? ഐ ആം. ഇനി തന്നിരിക്കുന്നതിൽ നോട്ട് ഉണ്ട്. ഈസിന്റെ തന്നെ പറഞ്ഞേക്കണം. അപ്പൊ നോട്ട് വരും. ഐ ആം നോട്ട്. അത്രയും വരെ. ബീയിങ്. പിന്നെ ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. അപ്പൊ ഇനിയും ആ സെന്റൻസ് നോക്കുക. ഐ ആം നോട്ട്. അപ്പൊ ആം പ്ലസ് നോട്ട് എന്നുള്ളത് ഒരുമിച്ച് എഴുതുമ്പോൾ ആമിന്റെ എഴുതിയതിന് പകരം നമ്മൾ എപ്പോഴും നമ്മുടെ പേരില്ല ആറിന്റെ എഴുതണം. അപ്പൊ ആറിന്റെ എഴുതി. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ആറിന്റെ ആദ്യമായിരുന്നു, ഈസിന്റെ ആദ്യമായിരുന്നു. അതുകൊണ്ട് ഈ ആറിന്റെ എന്നുള്ളത് ആദ്യമായി. അപ്പൊ ആറിന്റെ ഐ ബീയിങ് ഹെൽപ്ഡ് നൗ. യെസ്. അടുത്തത് വേറൊട്ടും പറയാം. സെയിം മോഡലുള്ളത്. അപ്പൊ നിങ്ങൾക്കത്
മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഈസിൻഡ് ISN'. ISN'. Isn't anybody, ANYBODY, anybody observing, OBSERVING, observing her. Isn't anybody observing her? Okay. Now here. Isn't anybody observing her? Okay, Roshna, correct. Very good. Okay, Bindu Rajiv, correct. Okay, Anjana, correct. Yes. മറ്റുള്ളവര് Yes. Isn't anybody observing her? Isn't anybody observing her? നമുക്ക് ആൻസർ എന്ന് പറയാം. ഒബ്ജക്റ്റ് കിട്ടി. ഹെർ എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടിയിരിക്കുന്നത്. അത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്താക്കാം? ഷീ എന്നായിരിക്കും മാറ്റും. ഷീ. ഇനി ഷീയുടെ കൂടെ ഈസ് അല്ലെങ്കിൽ ആമില്ലെങ്കിൽ അത് ഈസ് വരും. അപ്പൊ ഷീ ഈസ്. പിന്നെ ഇതിനകത്ത് നോട്ട് ഉണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഷീ ഈസ് നോട്ട്. അപ്പൊ ഷീ ഈസിൻഡ് എന്ന് വന്നു. ബീയിങ്. പിന്നെ ഒബ്സർവ് എന്നുള്ളതിന്റെ പാസീവ് പാർട്ടിസിപ്പിൾ ഒബ്സർവ്ഡ്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഈസിന്റെ ആദ്യമായതുകൊണ്ട് ഇവിടത്തെ വെർബ് നമുക്ക് ആദ്യം പറയണം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വെർബ് ഈസിന്റെ തന്നെ ആയതുകൊണ്ട് അതിനാദ്യം പറയുന്നു ഈസിന്റെ ഷീ ബീയിങ് ഒബ്സർവ്ഡ്. ഈസിന്റെ ഷീ ബീയിങ് ഒബ്സർവ്ഡ്. പറഞ്ഞോളൂ. Aren't, AREN'T, aren't they, 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 aren't they singing, SINGING, singing songs, SONGS, songs. ഒന്നുകൂടി പറയാം. Aren't they singing songs? Aren't they singing songs? Okay. And a question mark.
ഓക്കെ 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 ശരിയാണ്. ബിന്ദുരാജീവ് കറക്റ്റ്. ഓക്കെ അഞ്ജന കറക്റ്റ്. ഓക്കെ അൻവർ സാദിഖ് കറക്റ്റ്. അഞ്ജുലേഴ്സിന് കറക്റ്റ്. യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ നസീമ കറക്റ്റ്. സോങ് എന്നുള്ളത് സോങ്സ് എന്നാണ്. SONGS എങ്കിലാണ് ആറിന്റെ വരുള്ളൂ സോങ്സ്. ഓക്കെ ഫ്ലോറിലാവണം. ഓക്കെ യെസ്. ഇനി ആരെങ്കിലും? എനിബഡി? ഓക്കെ 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 ആരുമില്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ പറയാം. ആറിന്റെ ദേ സിംഗിങ് സോങ്സ്. SONGS ആണ്, സോങ്സ് ആണ്. അപ്പോ ഓബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് പാടുന്നു? പാട്ട് പാടുന്നു. സോങ്സ്. കണ്ട സോങ്സ്. സോങ്സ് എന്നാകുമ്പോ ഈസ് വരാൻ ആറ് വരും. സോങ് എന്നാണെങ്കിൽ ഈസ് വരുള്ളായിരുന്നു. സോങ്സ് ആണ് കേട്ടോ. അപ്പൊ പിന്നെ ആറിന്റെ അപ്പൊ നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോട്ട് ഉണ്ട്. അപ്പൊ സോങ്സ് ആർ നോട്ട്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ചുരുക്കി പറയുമ്പോ സോങ്സ് ആർ ഇൻ ബീയിങ്. സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സിംഗ്, സാങ്, സങ്. അപ്പൊ സോങ്സ് ആർ ഇൻ ബീയിങ് സങ്. ഇനി നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആറിന്റെ ആദ്യമായിരുന്നു, വെർബ് ആദ്യമായിരുന്നു. അതുകൊണ്ട് ഇതിലെ വെർബ് നമ്മൾ ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? ആറിൻഡ് സോങ്സ് ബീയിങ് സങ്. ഓക്കെ ആറിൻഡ് സോങ്സ് ബീയിങ് സങ്. പറഞ്ഞോ കൂടി. നോബഡി, ഇത് വേറൊരു മോഡലാണ്. നോബഡി ഈസ് teaching me, TEACHING. Nobody is teaching me now. NOW. Nobody is teaching me now. NOW. Nobody is teaching me now. Anyway, nobody is teaching me now. ആരും എന്നെ ഇപ്പോൾ പഠിപ്പിക്കുകയാവുന്നില്ല. Nobody is teaching me now.
നൗഷീദ, ഇപ്പൊ അത് 6 ആദ്യം ചേർത്തപ്പോ അത് ചോദ്യമായി. ഇവിടെ നോക്കി, ആരും എന്നെ പഠിപ്പിക്കുക ആകുന്നില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നോബഡി ഈസ് ടീച്ചിങ് മീ. യെസ്, നേരത്തെ ചോദ്യത്തില് ആ ഈസിന്റെ എന്ന് പറഞ്ഞപ്പോ ആറിന്റെ അത് തുടക്കത്തിലുണ്ടായിരുന്നു. ഇതിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു വേടില്ല, ഈസിന്റെ ഒന്നും അങ്ങനൊന്നുമില്ല. Nobody is teaching me now. സർ, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ശരിയാണോ? എന്തോ ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിയാണോ? അയ്യോ, അത് കണ്ടില്ലല്ലോ, ഒന്ന് പറഞ്ഞേ ഒന്നുകൂടി. ഒന്ന് പറഞ്ഞാലും മതി. I am not being taught now by nobody. Correct. Very good. നസീമ, ആം ആദ്യം വന്നു കഴിഞ്ഞപ്പോ അതെന്താ ചോദ്യമായി. ഈ തന്നിരിക്കുന്നതിൽ ഒരു ചോദ്യമല്ലത്, ഒരു നെഗറ്റീവ് വാചകം മാത്രമാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിന്ദുരാജീവ്, യു ആർ റൈറ്റ്. ഓക്കെ. അഞ്ജു നെൽസൺ. ഓക്കെ. നൗ ദ യെസ്. ഇനി ഓക്കെ, ഞാൻ ആൻസർ പറയാം. നോബഡി ഈസ് ടീച്ചിങ് മീ നൗ. ഓബ്ജക്റ്റ് നമുക്ക് കിട്ടി, മീ എന്നുള്ള ഓബ്ജക്റ്റ് ആണ്. അതിങ്ങോട്ട് മാറി കഴിയുമ്പോ ഐനായി, അതിന്റെ കൂടെ ആം വരും, അയാം. നോബഡി എന്ന് പറയുന്ന വേർഡിൽ ഒരു നെഗറ്റീവ് വേർഡാണ്. നോബഡി നെഗറ്റീവ് ആണ്. അപ്പൊ അതിന് നോട്ട് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അത് അണ്ടർസ്റ്റുഡ് ആണ്. നോബഡി എന്ന് പറയുമ്പോൾ ആരും തന്നെ. അതുകൊണ്ട് ആ നോട്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഐ ആം നോട്ട്. ബീയിങ്, ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. ഇനി ഐ ആം നോട്ട് ബീയിങ് ടോട്ട് നൗ. ഇപ്പൊ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഇവിടെ വന്നത് ആമിൻ നോട്ടും വരുന്ന ആമിൻ്റെ എന്ന് എഴുതേണ്ടി വരുന്ന സ്ഥലത്തൊക്കെയാണ് ആറിൻ്റെന്ന് പറഞ്ഞത്. ഐ ആം നോട്ട് എന്ന് പറയുന്നത് തെറ്റല്ല. ആം പ്ലസ് നോട്ട് യോജിപ്പിച്ചിട്ട് ആമിൻ്റെ എഴുതേണ്ടി വരുന്ന എല്ലാ സ്ഥലത്തും ആമിന് പകരം ആറിൻ്റെ എഴുതുന്നതാണ് പറഞ്ഞത് കേട്ടോ. അത് ഒരു കൺഫ്യൂഷൻ കുറച്ചുപേർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നതാണ്. കുറച്ചുപേർ ആറിൻ്റെ വെച്ച് എഴുതിയതാക്കി. ഓക്കെ, അപ്പോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് നമ്മൾ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷ ആയതുകൊണ്ടായിരിക്കും വളരെ സജീവമായിട്ട് നിങ്ങളുടെ എന്താ പറയാ റൈറ്റിംഗ് കുറഞ്ഞു പോയി. അപ്പൊ പരീക്ഷയുടെ ഹാങ് ഓവറായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, we will meet in the next class. Okay. Okay, thank you, sir. Okay, welcome. Thank you, sir. Okay. Thank you, sir. Okay.
Yes.